നവംബർ 20 അന്തർദേശീയ ശിശുദിനം. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ദിനമായി ആചരിക്കുന്നു. ജീവിക്കാൻ അറിയുന്നവർ. ആരാണ് ജീവിക്കാൻ അറിയുന്നവർ? ജീവിക്കാൻ അറിയുന്നവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ജീവിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ജീവിത നൈപുണ്യങ്ങൾ അഥവാ ലൈഫ് സ്കിൽസ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും നമുക്ക് മുന്നിൽ വരുന്ന വെല്ലുവിളികളെ വളരെ ക്രിയാത്മകമായി നേരിടാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന ജീവിത നൈപുണ്യങ്ങളെ അഥവാ ലൈഫ് സ്കിൽസിനെ 10 തിരിച്ചിട്ടുണ്ട്. നമുക്കതിനെ 3 ഗ്രൂപ്പാക്കി തിരിക്കാം. തിങ്കിങ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ സ്കിൽസ്. അതിലൊന്നാമത്തെ തിങ്കിങ് സ്കിൽസിൽ 5 സ്കിൽസുകൾ ഉൾപ്പെടുന്നു. അതിലൊന്നാണ് സെൽഫ് അവയർനെസ്. നമുക്ക് നമ്മൾ ആരാണെന്ന് എത്രയറിയാം? നമ്മളുടെ പേര്, വീട്, സ്ഥലം, കൂട്ടുകാർ, വീട്ടുകാർ, ഇതിനെല്ലാം അപ്പുറം നമ്മളുടെ പെരുമാറ്റ രീതി, സംസാര രീതി, വസ്ത്രധാരണ രീതി, കഴിവുകേടുകൾ, ഇവയൊക്കെ കൂടെയല്ലേ നമ്മൾ. എങ്ങനെയാണ് ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളിൽ പെരുമാറുന്നത്? എങ്ങനെയാണ് ഞാൻ സമൂഹത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? എന്നിങ്ങനെ തുടങ്ങി നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ധാരണകളെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും വിശ്വസിക്കുന്നതിന് മുൻപ് അതിനെ കുറച്ചുകൂടി ആഴത്തിൽ വിമർശനാത്മകമായി കൈകാര്യം ചെയ്യണം. അത് ടി വിയിൽ മുഖം വെളുക്കും എന്ന് പറഞ്ഞു വരുന്ന പരസ്യങ്ങളിലെ വാചകങ്ങളാകട്ടെ, ഈ ലഹരി കൊള്ളാം, ഇതൊന്ന് കഴിച്ചു നോക്ക് എന്ന് പറയുന്ന വാചകങ്ങളായാലും ഇതെല്ലാം എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും എൻ്റെ ഭാവിയിൽ ഇതെന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്നും കൂടി കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒരു കാര്യത്തെ വിമർശനാത്മകമായി ചിന്തിക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ നോട്ടില്ലെന്ന് വിചാരിക്കാം. നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, ടീച്ചറോട് ചോദിക്കാം, നെറ്റിൽ നോക്കാം, പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായൊരു നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ വഴികളാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷനായി പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നിങ്ങനെ ധാരാളം വഴികൾ ഉണ്ടാകും. ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്കും താഴ്ചകൾക്കും കാരണം നാം എടുക്കുന്ന പല തീരുമാനങ്ങളുമാണ്. വളരെ യുക്തിപരമായി ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവിനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്. മറ്റുള്ളവർ അവതരിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കാനും മറ്റുള്ളവർ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കണ്ടെത്താനും ഒരു വ്യക്തിക്കുണ്ടാകുന്ന കഴിവിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്കില്ലായ സോഷ്യൽ സ്കില്ല്. അതിലൊന്നാണ് എമ്പതി. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാളെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ തോന്നില്ല, വെറുതെ പരിഹസിക്കാൻ തോന്നില്ല, അവരുടെ വാക്കുകളെ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ തോന്നില്ല. നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളിലൂടെ അല്ല മറ്റുള്ളവർ ജീവിച്ചത്. അവരുടെ പ്രായം വ്യത്യസ്തമായിരിക്കും, അവരുടെ ജീവിത അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അവരോട് വളരെ എമ്പതറ്റിക്കായി പെരുമാറാൻ സാധിക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മനസ്സിലെ ധാരണകളെയും ആശയങ്ങളെയും മറ്റൊരാളുടെ മുഖത്ത് നോക്കി വളരെ എലഗന്റായും കോൺഫിഡൻ്റായും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. വ്യക്തിബന്ധം മനുഷ്യനെ ഏത് മോശം ഘട്ടത്തിലും സഹായിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എവിടൊക്കെ നിർത്തണമെന്ന് നമ്മൾ തീരുമാനിക്കണം. വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സാധ്യതകളാകണം, മറിച്ച് ബാധ്യതകളാകരുത്. കൂട്ടുകെട്ടുകളെല്ലാം നമ്മളെ ഒരു പരിധിയിലപ്പുറം സ്വാധീനിക്കരുത്. അടുത്തത് മൂന്നാമത്തെ സ്കില്ലായ ഇമോഷണൽ സ്കില്ല്. അതിലൊന്നാണ് കോപ്പ് വിത്ത് ഇമോഷൻസ്. നമ്മുടെ മനസ്സിൽ വഞ്ചനയും കോപവും ദേഷ്യവുമാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും അത് മാത്രമേ തുളുമ്പൂ. അതിനു പകരം
നമ്മുടെ മനസ്സിൽ സന്തോഷവും നന്മയും കരുണയുമാണെങ്കിൽ ഏത് ഘട്ടത്തിലും അത് പുറത്തു വരും. നമ്മളുടെ വികാര പ്രകടനം ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലാകരുത്. കോപ്പി വിത്ത് സ്ട്രെസ്. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും സമ്മർദ്ദമാണ്. ജീവിതത്തിലെ സമ്മർദ്ദം മൂലം പല ആളുകളും തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, സൂയിസൈഡ് എന്നിങ്ങനെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഇവയൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ്. ബ്ലെസ്സി സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയുണ്ട്, പ്രണയം. അതിലൊരു ഡയലോഗുണ്ട്, സ്വപ്നത്തേക്കാൾ സുന്ദരമാണ് ജീവിതം. അതിൽ ആർക്കാണ് എന്നുകൂടി പറയുന്നുണ്ട്, ജീവിക്കാൻ അറിയുന്നവർ. ജീവിക്കാൻ അറിയുന്നവർക്കുണ്ടായിരിക്കുന്ന സ്കിൽസ് ആണ് ഇതെല്ലാം.